ഹായ് കൂട്ടുകാരി, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ഞാനും എൻ്റെ കൊച്ചുമോനും അവിടെയാണ് സ്കൂളിൽ പോയത്. അപ്പം മോനാണ് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുവിട്ടത്. അങ്ങനെ നമ്മളവിടെ സ്കൂളിൽ ചെന്ന് അവന് കുറച്ച് നാളിൻ്റെ വഴക്കായിരുന്നു, എൻ്റെ സ്കൂളിൽ വരണമെന്നും പറഞ്ഞുകൊണ്ട് ഒന്ന്. രണ്ടാമത് പിന്നെ അവന് കഴിഞ്ഞ ദിവസം വയ്യാഞ്ഞ കാരണത്താൽ അവന് ഇന്ന് നമ്മൾ സ്കൂളിലും വിടാഞ്ഞത്. അവൻ സ്കൂളിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടേ അവന് വീട്ടിൽ പോരണമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഞങ്ങൾ പോരുന്ന സമയം വരെ നിന്നു. അപ്പോഴേ പിന്നെ ചക്കിമോളും അവനും കൂടെ വന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോരുന്നത് ഞങ്ങളെ. ഇപ്പോൾ കൂട്ടുകാരി, ഇന്ന് ഞാനും എൻ്റെ കൊച്ചുമോനും കൂടെയാണ് സ്കൂളിൽ വന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാരി വെച്ചില്ലേ കിച്ചാപ്പി ആരാണെന്ന്. അപ്പോൾ ഇതാണ് കിച്ചാപ്പി, എൻ്റെ മൂത്ത മോൻ്റെ മോന്. അപ്പം ഞങ്ങൾ ഇന്ന് സ്കൂളിൽ ഞങ്ങൾ രണ്ടോടാണ് വന്നത്. കുഞ്ഞിനൊരു വയ്യാഴി കൊണ്ട് കുഞ്ഞിനെ സ്കൂളിൽ വിട്ടില്ല. അപ്പം നേരെ ഞാനിങ്ങ് കൊണ്ടുപോരുന്നു. അപ്പം എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ്. പിന്നെ എന്തായാലും പിന്നെ വഴക്കൊന്നും ഇല്ലായിരുന്നു അവന്. പിന്നെ തന്നെ ഇരുന്ന് അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെറുതിലോട്ട് ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നന്ദുപാപ്പനെ വിളിക്ക്, ഞാനങ്ങ് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ഞങ്ങൾ 2:30 വരെ ഞങ്ങളവിടെ ഇരുന്നു. എന്നും പോരുന്ന സമയം പോലെ തന്നെയാണ് ഞാനും കുഞ്ഞുമൊക്കെ പോരുന്നത്. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഊഞ്ഞാലിലൊക്കെ മോനെ കൊണ്ടുപോയി ഇച്ചിരി നേരമൊക്കെ ഇരുത്തിച്ചു. അപ്പോൾ അതിപ്പുറത്തു നിന്നുകൊണ്ട് കണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മമ്മ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ. പിന്നെ നമ്മൾ അവിടുത്തെ കൊച്ചു സ്കൂളിലെ ടീച്ചർമാരോട് ചോദിച്ചവൻ പറഞ്ഞു കുഴപ്പമില്ല, അവനെ അവിടെ കളിപ്പിച്ചോളാൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളതല്ലേ, കളിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിത് ആ പച്ച പെയിൻ്റ് അടിച്ച സ്കൂൾ ഉണ്ട്, അതിന് അങ്ങ് അറ്റം പോകണം. അവിടെ നമ്മുടെ ക്യാൻറ്റീൻ ഇത് ഇങ്ങനെ കുറച്ച് ബാക്കിലോട്ട് മാറുകയാണ് കുഞ്ഞുങ്ങൾ കളിക്കുന്നത്. അവിടെ താഴിലാണ് കുഞ്ഞുങ്ങളുടെ കൊച്ചു സ്കൂളൊക്കെ. ആ കെട്ടിടത്തിൻ്റെ അങ്ങ് അറ്റമാണ് നമ്മുടെ ക്യാൻറ്റീൻ കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങേ സൈഡ് വലത് സൈഡിലാണ് നമുക്ക് സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ വന്നേക്കുന്നത്. അത് സ്കൂളിൻ്റെ അടിവശത്തായിട്ടാണ്. മതിയോ? അത് ഇച്ചിരി എന്താണ്ട് കേടായതുകൊണ്ടേ, ഇച്ചിരി അങ്ങോട്ട് കേടായതുകൊണ്ട് മാറ്റിയത്. ആലോചിച്ച് ഇങ്ങനെ ആക്കത്തുള്ളു, ഇങ്ങോട്ട് തള്ളു. ആണ്ടങ്ങനെ തരുന്നില്ലേ? ഇന്ന് ഇത്രയും കോവയ്ക്കയും ഒരു 3 വഴുതനങ്ങയും കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ. കണ്ട, ഇന്ന് കിട്ടിയതാണ് നമുക്ക്. അപ്പോൾ കോവയ്ക്കായും വഴുതനങ്ങയും നമ്മുടെ കൃഷിയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ വൈകുന്നേരം കഴിക്കാനായിട്ട് ചോറ് വെച്ചു. പിന്നെ മക്കൾ കുറച്ച് ചേമ്പ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ചേമ്പ് പുഴുങ്ങിയെടുത്തു. പിന്നെ കുറച്ച് ഉരുളൻകിഴങ്ങ് എടുത്ത് മെഴുക്കുവരട്ടി ഇച്ചിരിച്ചേ നമ്മൾ വെക്കുള്ളൂ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച്. പിന്നെ 1/2 കിലോ ബീഫ് ഏട്ടൻ വാങ്ങിച്ചിട്ടുണ്ടെന്നു, അത് കറി വെച്ചു. പിന്നെ 2-3 ഉണക്ക മീനിരുന്നു, അത് വറുത്തു. പിന്നെ ഒരു ഇച്ചിരിയും വൻപയറെടുത്ത് തോരൻ വെച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം ചിക്കൻ ബിരിയാണി വെച്ചത് കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ കുറച്ച് സാലഡ് ഉണ്ടാക്കിയായിരുന്നു, അത് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ഇച്ചിരിയും പരിപ്പ് കറി വെച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചിക്കന്, ഞാൻ ചിക്കൻ വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കറി വെക്കത്തില്ല, കുറച്ചെടുത്ത് മാറ്റി വെക്കും. അത് പിന്നെ മോൻ കുറച്ച് ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് അതൊരു കറി വെച്ചു. കൂട്ടുകാർ കഴിക്കുന്ന അങ്ങനെയല്ല, നമ്മൾ വാങ്ങിക്കുന്നതിന് കുറേശ്ശെ കറി വെക്കുള്ളൂ. അതാണ് പിന്നെയും ഇവിടെ സാധനങ്ങൾ ഇരിക്കുന്നത്. ചോറ്, ചേമ്പ് പുഴുങ്ങിയത്, ബീഫ് കറി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, വൻപയർ തോരൻ, സാലഡ്, പിന്നെന്താ പരിപ്പ് കറി, ചിക്കൻ കറി. ഇന്ന് ഇത്രയാണ് നമ്മുടെ അത്താഴത്തിനുള്ളത്. എന്നൊന്നും ഇങ്ങനെ കാണില്ല കേട്ടോ. ബായ് കൂട്ടുകാരി.